വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ടെസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, ടെസ്റ്റ് വായിച്ച് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. എപ്പം നമ്മൾ സോഷ്യലും സയൻസും ഒക്കെ പഠിക്കുമ്പോഴും ടെസ്റ്റ് വെച്ച് തന്നെ വേണം പഠിക്കാൻ. മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം, മലയാളം എഴുതി തന്നെ പഠിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ മലയാളം എഴുതി പഠിക്കണം എന്ന് വെച്ചാൽ സ്പെല്ലിങ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് മലയാളം എഴുതി പഠിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ കൂടുതലായിട്ടും മലയാളം പണ്ടുള്ള കാലത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പം എല്ലാം മൊബൈലിലായതുകൊണ്ട് ഇപ്പം എല്ലാം ടൈപ്പിംഗ് അല്ലേ, വള്ളിയും പുള്ളിയൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എഴുത്ത് കുറവായതുകൊണ്ട് മലയാളം അക്ഷരങ്ങളിൽ നമ്മൾ എഴുതാൻ നേരം പകുതിയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് മലയാളം പഠിക്കുമ്പോൾ എപ്പോഴും എഴുതി പഠിക്കണം, കണക്ക് എപ്പോഴും ചെയ്ത് പഠിക്കണം, നോക്കി ഒരിക്കലും പഠിക്കല്ലേ കുഞ്ഞുങ്ങളെ. കണക്ക് നമ്മുടെ മുന്നിലോട്ടൊരു ചെയ്തിട്ടേക്കുന്ന കണക്ക് നമ്മളോട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. കാരണം അതിനകത്ത് എല്ലാം ചെയ്തിട്ടേക്കോ, അതല്ലയോ മറ്റേതല്ലയോ ഇല്ലയോ ഇങ്ങനെയല്ലയോ. പക്ഷേ നമ്മളെന്താ ഒന്ന് കാണാതൊന്ന് ചെയ്യാൻ പറഞ്ഞു നോക്കിയേ. അതുകൊണ്ട് കണക്ക് എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. സോഷ്യൽ എപ്പോഴും ടെസ്റ്റ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം കഥകളും കാര്യങ്ങളും ഡേറ്റുകളും ഇതെവിടെ നിന്ന് ആര് വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് നല്ലതുപോലെ. ഈ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിൻ്റെ ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒപ്പിച്ച് വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. കാരണം നിങ്ങൾക്ക് ആ മലയാളം കഥകളൊക്കെ അറിയാമെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകളും വൺ വേർഡുകളും ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വൺ വേർഡ് നമ്മൾ തരുന്നുണ്ട്. 1, 2, 3, 4 ചാപ്റ്ററും കൂടെ വെച്ചിട്ട് വൺ വേർഡ് ഞാൻ അടുത്ത ആഴ്ച ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി തരാം കേട്ടോ. ഓൾറെഡി ഇതിനകത്തിലുണ്ടെന്ന് തോന്നുന്നു, എന്നാലും പുതിയതായിട്ട് ഞാൻ തരാം. സോഷ്യൽ സയൻസിൻ്റെ 1, 2, 3 പാഠം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കയറി കാണണേ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പാഠത്തിൻ്റെ പേര് നോക്കിക്കോ കുഞ്ഞുങ്ങളെ, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്നും നീതിയിലേക്ക് അല്ലേ. വാട്ട് യു മീൻ ബൈ ഇൻജസ്റ്റിസ്? ഈ അനീതി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? അനീതി എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതിയാണ്, ഇൻജസ്റ്റിസ് എന്ന് വെച്ചാൽ അനീതിയാണ് അല്ലേ. ഈ അനീതി കാണിക്കുക എന്തോ ഈ അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻജസ്റ്റിസ് റിഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഓരോ വാക്ക് ഞാൻ എടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയോ? ആ വാക്ക് അറിയാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എഴുതിയത് അത്ര വൃത്തിയായിട്ടൊന്നും അല്ല, നിങ്ങൾക്കത് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഞാൻ പറയുന്നത് അതിനാണ്. ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, ഡിനൈൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എങ്ങനെയുണ്ടോ? വാക്കുകളെല്ലാം വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ എന്ന് വെച്ചാൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? അതായത് ഇവിടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങി പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങൾ. എന്താണ് അനീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവല്ലോ. എന്താണ്? നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗത്ത് നിന്നും, മുഖ്യധാരയിൽ നിന്നും ഈ വ്യക്തികളെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുക. മനസ്സിലായോ? അവസരങ്ങളൊക്കെ അവർക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക? ഇല്ലാതാക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക. സാമൂഹികമായിട്ട് വിവേചിക്കൽ കേട്ടോ, ഡിസ്ക്രിമിനേഷൻ, വിവേചിക്കൽ. പിന്നെന്താ തുടങ്ങി പ്രവണതകളെയാണ് നമ്മൾ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം നിങ്ങളെ, എന്താണ് മാർജിനലൈസേഷൻ എന്നാൽ എന്താണ്? അതിൻ്റെ മലയാളം അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നാണ്. മലയാളം നോക്കണേ കുഞ്ഞുങ്ങളെ. എന്താണ്? വാട്ട് ഈസ് മാർജിനലൈസേഷൻ? മാർജിനലൈസേഷൻ എന്നാൽ എന്താണ്? അരികുവൽക്കരണം എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ വേറൊരു പേര് പാർശ്വവൽക്കരണം. ഈ സൈഡ് ഉണ്ടല്ലോ, സൈഡ് നമ്മൾ അരികെന്ന് പറയത്തില്ലേ, പാർശ്വം. മാത്സിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ പാർശ്വം അല്ലേ. ഓക്കെ. അപ്പോൾ മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വെയർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. വാക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസസ് വെയർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ
ഈക്വൽ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, തുല്യമായ പരിഗണന നമുക്ക് ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? രണ്ടെണ്ണം എളുപ്പമല്ലേ? എളുപ്പമല്ലേ? കുറച്ച് നോട്ടേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. കാരണം ഈ വാരി വലിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നോട്ടേ തരുന്നുള്ളൂ. മൂന്നാമത്തെ, ഇനി നമ്മൾ ഈ മാർജിനലൈസേഷൻ്റെ കോസസ് എന്താണെന്ന് കണ്ടോ നിങ്ങൾ, ഒരു 3 പോയിൻ്റാണ് മാർജിനലൈസേഷൻ്റെ കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതണം, മലയാളം മീഡിയക്കാർക്ക് തന്നെ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കി നിങ്ങളെ, വാട്ട് ആർ ദ കോസസ് ഓഫ് മാർജിനലൈസേഷൻ? മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ്സ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഈ മാൻമെയ്ഡും നാച്ചുറലും ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങൾ, നമ്മുടെ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളുണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മുടെ ഇവിടെ വയനാടൊക്കെ ഉണ്ടായ ദുരന്തങ്ങളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഇടിയും മഴയും ഉണ്ടായി വീട് നശിക്കുക, പിന്നെ എന്താ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ മനുഷ്യരുണ്ടാക്കുന്ന ദുരന്തങ്ങളുണ്ടല്ലോ, ഇവയിൽ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകളൊക്കെ, നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, വസ്തുക്കളും അതിനകത്തുള്ള വകകളും ഒക്കെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഈ അരികുവൽക്കരണം ഉണ്ടാകുന്നു എന്നാണ് ഒന്നാമത്തത്. 2, marginalization occurs through natural disasters such as flood, earthquake, landslide, sea erosion, etc. and man-made disasters such as war, accident and industrial disasters. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുമോ, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫ്ലഡ് വെള്ളപ്പൊക്കം ഉണ്ടാകുക, എർത്ത് എന്ന് വെച്ചാൽ ഭൂമി കുലുക്കം, പിന്നെ അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് എന്ന് വെച്ചാൽ ഉരുളുപൊട്ടൽ ഉണ്ടാകുക, സീ എറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽക്ഷോഭം ഉണ്ടാകുക. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ്. ഇതൊക്കെ എന്താണ്, പ്രകൃതിയുടെ ദുരന്തങ്ങളാണ് അല്ലേ. അതിലും വലിയ ദുരന്തവും നമ്മളെന്നായിരിക്കും അല്ലേ. അടുത്ത മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ മനുഷ്യരുണ്ടാക്കുന്ന എന്തോന്നറിയോ, യുദ്ധങ്ങൾ അല്ലേ. യുദ്ധമൊക്കെ മനുഷ്യരുണ്ടാക്കുന്നില്ലേ, പ്രകൃതിയാണോ? അല്ല. എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്, അപകടങ്ങൾ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ വ്യവസായശാലകളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മുതലായവയെല്ലാം എന്താ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. ഇതെല്ലാം എന്താണ്, അരികുവൽക്കരണം ഉണ്ടാകുന്നതിന് കാരണമാണ്. കേട്ടല്ലോ. അടുത്ത മൂന്നാമത്തെ, മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇന്റൻഷണൽ exclusion of the people based on their caste, religion, tribe, gender, status. കാസ്റ്റ്, റിലീജിയൻ, ട്രൈബ്, ജെൻഡർ, സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ജാതി, മതം, ഗോത്രം, ഗോത്രലിംഗ പദവി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രൈബ്, ജെൻഡർ, സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രലിംഗ പദവി കേട്ടോ. അവയിലുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിലരെ നമ്മളെന്താ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നത് ഈ അരികുവൽക്കരണത്തിന് കാരണമാകുന്നുണ്ട്. നമ്മളോട് ചോദിച്ച ചോദ്യം ഓർത്തുകൊണ്ടേ, കോസസ് ഓഫ് മാർജിനലൈസേഷൻ ആണ്. 3 പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വായിക്കാൻ അറിയാമല്ലോ. മാർജിനലൈസേഷൻ ടേക്ക് പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് കോസ്ഡ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. Marginalization occurs through natural disasters such as flood, earthquake, landslides, sea erosion, etc. and man-made disasters such as war, accident and industrial disasters. Marginalization occurs through the intentional exclusions of the people based on their caste, religion, tribe, gender, status. അതിൻ്റെ മലയാളം നോക്കി നിങ്ങൾ, അരികുവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ
സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുവകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലയിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം ഉണ്ടാകുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അരികുവൽക്കരണം നേരിടുന്നത്? നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു അല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? പ്രകൃതി ദുരന്തങ്ങൾ, അതായത് നാച്ചുറൽ പ്രകൃതിയിൽ നിന്നുമുണ്ട്, മനുഷ്യരുണ്ടാക്കുന്ന ദുരന്തങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അരികുവൽക്കരണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ഈ അരികുവൽക്കരണം നേരിടുന്നത്? ഒന്ന് പറഞ്ഞേ, ആരൊക്കെയായിരിക്കും ഇതൊക്കെ നേരിടുന്നത്? കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ അപ്പുറത്തോട്ട് എഴുതിയത് കൊണ്ട് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, രണ്ട് സൈഡും എഴുതിയതുണ്ടാവും കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ അരികുവൽക്കരണം വെച്ചാൽ മാർജിനലൈസേഷൻ ആണ്. അരികുവൽക്കരണം വൽക്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ വിവേചനം, ഡിസ്ക്രിമിനേഷൻ നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. അതായത് സ്ത്രീകളുണ്ട്, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാര്, ന്യൂനപക്ഷങ്ങള്, ദാരിദ്ര്യം നേരിടുന്നവര്, അഭയാർത്ഥികള്, ഭിന്നശേഷിക്കാര്, ജയിൽ മോചിതര് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. ചോദ്യം നോക്കണേ, ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങൾ. ഹൂ ഫേസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. ആരൊക്കെയാണ് നമ്മുടെ സമൂഹം? നോക്കിയേ, മെനി ഗ്രൂപ്പ് അല്ലേ ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ സൊസൈറ്റി. മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ സൊസൈറ്റി. ദിസ് ഇൻക്ലൂഡ്, ആരൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? വുമൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിത്, ട്രൈബൽസ്, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, റെഫ്യൂജേഴ്സ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഏബിൾഡ് എന്തെങ്കിലുമൊക്കെ എന്താ ഭിന്നശേഷിയുള്ളവർ അല്ല കേട്ടോ. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അതുപോലെ തന്നെ എക്സ് പ്രിസണേഴ്സ്. പ്രിസണേഴ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? ജയിലെന്നാണ് കേട്ടോ. ജയിലിൽ നിന്ന് എക്സ് എന്ന് വെച്ചാൽ എന്താ? ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്നും വന്നവർ അല്ലേ, ജയിൽ മോചിതരായവർ എന്നിവയൊക്കെ എന്താണ്? ഈ അരികുവൽക്കരണം നേരിടുന്ന ആൾക്കാരാണ്. ഓക്കെ ആണല്ലോ. ചോദ്യവും നല്ലപോലെ ഉത്തരവും നല്ലപോലെ എഴുതിയെടുത്തോണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ ജാതി, മത, ഗോത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് എന്തോത്തിനെ കുറിച്ചാണ്? ഓർത്തോണേ, നമ്മൾ നീതിയെക്കുറിച്ച് പറഞ്ഞു. ഓർത്തോണേ നിങ്ങളെ, നീതി. പിന്നെ അതുപോലെ തന്നെ അരികുവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അത് പറഞ്ഞതാണ്. എന്തെല്ലാം കോസസുകളാണ് ഈ അരികുവൽക്കരണം മൂലം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ എന്നാണ്. കണ്ടോ, വിവിധ തരം അരികുവൽക്കരണമുണ്ട്. ഒന്നാമത്തെയാണ് സോഷ്യൽ മാർജിനലൈസേഷൻ, സാമൂഹിക പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം അല്ലേ. നോക്കിയേ, സമൂഹത്തിൽ സോഷ്യൽ മാർജിനലൈസേഷൻ ഈസ് എക്സ്ക്ലൂഷൻ ഓഫ് പീപ്പിൾ ഫ്രം പബ്ലിക് സ്പേസസ്, ഡിനൈൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. എക്സാമ്പിൾ, ഡിനൈൽ ഓഫ് എൻട്രി ടു ഓർഗനൈസേഷൻ ആൻഡ് ക്ലബ്ബുകൾ. ആളുകളെ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായിട്ട് വിവേചിക്കൽ എന്നിവയാണ് സാമൂഹ്യ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളെ? ആളുകളെ പൊതു ഇടങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അവസരങ്ങളൊക്കെ നിഷേധിക്കുക, സാമൂഹികമായിട്ട് വിവേചിക്കുക, ഇവയാണ് സാമൂഹ്യ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ സോഷ്യൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാമേ. ചോദ്യം എന്താണ്? ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത എക്കണോമിക് മാർജിനലൈസേഷൻ എന്നാൽ എന്താണ്? എക്കണോമിക് എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തിക പാർശ്വവൽക്കരണം എന്നാൽ എന്താണ്? ഡിനേ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെന്റ്, വെൽത്ത് ഡെസ്പൈറ്റ് ഹാവിങ് സ്കിൽസ്. നല്ല കഴിവുണ്ടായിട്ടും തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുക എന്നുള്ളത്. നല്ലപോലെ കഴിവും പഠിത്തവും ഒക്കെ ഉണ്ടായാലും എന്താ, ചില സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കത്തില്ല കേട്ടോ. തൊഴിലും സമ്പത്തും സമ്പാദിക്കാനുള്ള അവസരങ്ങളെല്ലാം അവരെ നിഷേധിക്കുക എന്നുള്ളതാണ് ഏതാ? സാമ്പത്തിക പാർശ്വവൽക്കരണം അല്ലെങ്കിൽ എക്കണോമിക് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർശ്വവൽക്കരണം എന്നാൽ എന്താണ്?
ബീയിങ് പൊളിറ്റിക്കലി മാർജിനലൈസ്ഡ് ഡിനൈസ് ദ ഫ്രീഡം ടു വോട്ട് ആൻഡ് ദ ഫ്രീഡം ടു കോണ്ടസ്റ്റ് ഇലക്ഷൻസ്. രാഷ്ട്രീയമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തെരഞ്ഞെടുത്ത് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ അവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അരികുവൽക്കരണത്തിൻ്റെ വേറൊരു പേരാണ്, വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും അതിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് കേട്ടോ. ഓക്കെ ആണോ? അത്രയും നല്ലതുപോലെ ആ 3 എണ്ണം, അതായത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മാർജിനലൈസേഷൻ ഉണ്ട്. 1 സോഷ്യൽ മാർജിനലൈസേഷൻ, 2 എക്കണോമിക് മാർജിനലൈസേഷൻ, 3 പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ. ഓക്കെ ആണല്ലോ? നല്ലപോലെ എഴുതിയെടുത്തോണേ. അങ്ങനെയാണെങ്കിൽ ഹു ആർ ദ ഗ്രൂപ്പ് ദാറ്റ് മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ ദ സൊസൈറ്റി? നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരെല്ലാമാണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? ആ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. അതായത് ആരൊക്കെയാണ്? ഹു ആർ ദ ഗ്രൂപ്പ് ദാറ്റ് രണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാവും നിങ്ങളെ. ഇപ്പോൾ ആരൊക്കെയാണ്? വുമണ്, ട്രാൻസ്ജെൻഡേഴ്സ്, ദലിത്തുകൾ, ട്രൈബൽ, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൻ പീപ്പിൾ, റെഫ്യൂജസ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, അതുപോലെ എക്സ് പ്രിസണേഴ്സ് കേട്ടോ. ഇപ്പം നമ്മളത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറാണ്. ഓക്കെ, അടുത്ത ചോദ്യം മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങളെ? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ, ആ ചോദ്യം നല്ലപോലെ നോക്കണേ കേട്ടോ. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ടെസ്റ്റിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മലയാളം മീഡിയക്കാരത് എഴുതിയെടുക്കണേ. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 4 പോയിന്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങളത് വൃത്തിയായിട്ട് പഠിക്കണം. എന്താണെന്നറിയോ? മലയാളം നോക്കിയോ നിങ്ങളെ. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക്, നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങളെ, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരുന്നു പണ്ട്. അങ്ങനെ ഈ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായിട്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ ഈ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. താഴ്ന്ന ജാതിക്കാരെ സ്കൂളിൽ വരാൻ അനുവദിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ അവരോട് സ്കൂളിൽ പോകണ്ട, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പോയി. ഇപ്പം നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേട്ടേനില്ലേ? എന്ത് രസമായിരിക്കും അല്ലേ വീട്ടിൽ ഇരുന്ന്. ഓക്കെ, ഇല്ല, താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായിട്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയാണ് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ, അങ്ങനെ വലുതെന്നും ചെറുതെന്നും ഒന്നുമില്ല, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി മഹാത്മാ അയ്യങ്കാളി അവരെ കൊണ്ടാവുന്ന രീതിയിൽ പരിശ്രമിച്ചു. അങ്ങനെ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ പഞ്ചമിയുടെ കൈപിടിച്ച് നമ്മുടെ അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു എന്നാണ്. ആ കൊച്ചിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. ആരാണ്? അയ്യങ്കാളി. എന്നാൽ വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ആ 4 പോയിന്റും പഠിക്കണം. അതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്, മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങൾ? അയ്യങ്കാളിയെക്കുറിച്ചാണ്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെയർ ഡിനൈഡ് ടു ദ സോ കാൾഡ് ലോവർ കാസ്റ്റ് ബൈ ദോസ് ഹൂ കൺസിഡേർഡ് ദംസെൽഫ് ആസ് ദ അപ്പർ കാസ്റ്റ്. കേട്ടോ, താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ഉയർന്ന കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായിട്ട് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ ഡിനൈഡ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നിഷേധിക്കുക എന്നാണ് കേട്ടോ. ചില വാക്കുകളൊക്കെ പഠിച്ചു വെച്ചേക്കണേ. മഹാത്മാ അയ്യങ്കാളി വർക്ക്ഡ് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഡിപ്രൈവ്ഡ് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക്
തുല്യമായിട്ട് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസത്തിന് തുല്യ അവസരങ്ങൾ ലഭ്യമാകാൻ നമ്മുടെ ടു ദ ഡിപ്രൈവ്ഡ് എന്ന് വെച്ചാൽ ആരാണ്? അയ്യങ്കാളി അല്ലേ? വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. ദളിത് ഗേളായ നെയ്മഡ് പഞ്ചമി വാസ് നോട്ട് അലൗഡ് ടു സ്റ്റഡി ഇൻ സ്കൂൾ. അയ്യങ്കാളി കം ടു ദ സ്കൂൾ ഹോൾഡിംഗ് പഞ്ചമീസ് ഹാൻഡ് ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഇൻ ദ സ്കൂൾ. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു എന്ന്. എന്നാൽ ദ ഗ്രേറ്റ്നെസ് ഓഫ് അയ്യങ്കാളി ഈസ് ദാറ്റ് ദ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ആസ് ദ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, വിദ്യാഭ്യാസത്തെ ഒരു സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ മഹത്വം എന്നാണ്. അയ്യങ്കാളിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള 4 പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് അതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 4 പോയിന്റും അതുപോലെ എഴുതിയെടുക്കണം. ഓക്കെ നിങ്ങളെ അപ്പം ഇതാണ് അതിൻ്റെ മലയാളം കണ്ട് ഇതാട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഒറ്റയടിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതാ സംഭവം. മലയാളത്തിൽ ഞാൻ 2 എഴുതിയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം എന്നാണ്ടേ, അതിപ്പോൾ ഞാൻ കാണിച്ചല്ലോ, അറിയാമല്ലോ. വാട്ട് വെർ ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ദ മാർജിനലൈസ്ഡ് ദളിത് ഗ്രൂപ്പ്. നമ്മളിപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് വിഭാഗങ്ങൾ നേരിട്ട വിവേചനങ്ങൾ എന്തെല്ലാമാവും നിങ്ങൾ? ഈ ദളിതുകാരെ ഇങ്ങനെ അങ്ങ് താഴ്ത്തി അവരെ സ്കൂളിൽ വിടത്തില്ല, അവരെ ജോലിക്ക് വിടത്തില്ല, അവർക്ക് നല്ല ജോലികളൊന്നും കൊടുക്കത്തില്ല, സ്കൂളിൽ കയറ്റണ്ട, അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവരനുഭവിച്ചിരുന്ന അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. നോക്കിക്കേ, 3 പോയിന്റ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കി നിങ്ങൾ. ദെയർ വാസ് എ ടൈം when Dalit had no rights to travel on vehicles, walk on public roads, wear good clothes and access education. There was a time when Dalit had no rights to travel on vehicles, walk on public road, wear good clothes and access. എന്ന് വെച്ചാൽ ഈ ദളിത് വിഭാഗങ്ങൾക്ക് വാഹനങ്ങൾ ഇനി അവർ എന്തെല്ലാം അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. അവർക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പൊതുവഴിയിലൊന്ന് നടക്കാനോ നല്ല ഒരു വസ്ത്രം ധരിക്കാനോ വിദ്യാഭ്യാസം നേടാനോ ഒന്നും അവകാശമില്ലാതിരുന്ന ഒരു കാലം മുമ്പ് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ദേ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ്, ഡിഗ്നിറ്റി, ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം. ദേ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ഈ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. ഫെസിലിറ്റി എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ. അതായത് ഡിഗ്നിറ്റി, അന്തസ് വേണം അല്ലേ? അന്തസ് വേണം ഇവിടെ, അന്തസ് കേട്ടിട്ടില്ലേ? ഡിഗ്നിറ്റി, ഇക്വാളിറ്റി, എല്ലാവർക്കും തുല്യത വേണം. അതുപോലെ തന്നെ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർ കുറേ നേരിട്ടിരുന്നു. അതുപോലെ സച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ജാതിയുടെ പേരിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങൾ പറയുന്നതാണ് കുഞ്ഞുങ്ങളെ. ഇന്ന് ഇത് വല്ലതും ഉണ്ടോ? ഇല്ലേ? നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത് ആരുടെയും ജാതിയോ മതമോ കറുപ്പോ വെളുപ്പോ ഒക്കെ ചോദിച്ചിട്ടാണോ? അല്ല അല്ലേ? ഇപ്പം നമ്മൾ ഒരുപാട് എത്രയോ മാറിയിരിക്കുന്നു അല്ലേ? നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ നീ ഏത് ജാതിയാണെന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നത്? അല്ല. ഇപ്പം പിള്ളേർക്ക് അത് എന്തുവാന്ന് പോലും അറിയത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലേ? ആരും അതിനെക്കുറിച്ച് അത്രത്തോളം നമ്മൾ വളർന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ മലയാളം ഈ ഇംഗ്ലീഷ് ആവും നിങ്ങളെ ഇത് എൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനി വായിച്ചു തരണോ? ദളിത് വിഭാഗങ്ങൾക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർ നേരിട്ടിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. കേട്ടോ, പഠിച്ചോണേ. ഓക്കെ. Who was the social reformer who gave the message enlightenment through education? അങ്ങനൊരു ചോദ്യം ഉണ്ടോ നിങ്ങളെ? അതായത് enlightenment through education എന്ന് വെച്ചാൽ നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഹു വാസ് ദ സോഷ്യൽ റിഫോർമർ? സാമൂഹ്യ പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോർമർ. ഹു ഗേവ് ദ മെസ്സേജ്? ഒരു മെസ്സേജ് തന്നല്ലേ നമുക്ക്. എന്ത് സന്ദേശം? മെസ്സേജ് മീൻസ് സന്ദേശം അല്ലേ? എന്ത് തന്നു? എൻലൈറ്റ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക
വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ആരാണ്? ശ്രീനാരായണ ഗുരു. ഹൂ വെയർ ദ റിനൈസൻസ് ലീഡേഴ്സ് ഓഫ് കേരള ഹൂ പോപ്പുലറൈസ്ഡ് മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഒപ്പോസ്ഡ് മാർജിനലൈസേഷൻ. ഹൂ വെയർ ദ റിനൈസൻസ് ലീഡേഴ്സ് ഓഫ് കേരള ഹൂ പോപ്പുലറൈസ്ഡ് മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഒപ്പോസ്ഡ് മാർജിനലൈസേഷൻ. അതായത് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തിനെ എതിർത്ത കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരെല്ലാമാണ്? നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാൻ ഇവിടെ 4-5 എഴുതിയിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു, പൊയ്കയിൽ യോഹന്നാന്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമികൾ, ദാക്ഷായണി വേലായുധൻ, KP കറുപ്പൻ എന്നിവരൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 4 പേരെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. ഒരു 4 പേരെങ്കിലും പഠിച്ചു വെച്ചേക്കണം. ശ്രീനാരായണ ഗുരു, പൊയ്കയിൽ യോഹന്നാൻ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചട്ടമ്പി സ്വാമി, KP കറുപ്പൻ എന്നിവരൊക്കെ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അപ്പം നമ്മളിത് അയ്യങ്കാളി പറഞ്ഞു. ആരൊക്കെയാണ് അരികുവൽക്കരണം അത് പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗോത്രജനതയുടെ കലാ സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ പഠിക്കുന്നതെല്ലാം ട്രൈബൽസിൻ്റെ കുറേ കാര്യങ്ങളാണെന്ന് ഓർത്തോണേ. അങ്ങനെയാണെങ്കിൽ ഗോത്രജനതയുടെ കലാ സാംസ്കാരിക ജീവിതം, ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ്. നോക്കുഞ്ഞില്ല, അതിൻ്റെ ഓരോ പോയിന്റായിട്ട് നോക്കിയേ. ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ, the tribals have excellent knowledge and skills that they have acquired through close contact with nature. ഒന്നാമത്തെ വരിയുണ്ടോ? അതായത് കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോത്ര ജനത എന്ന് പറയുന്നത് കേട്ടോ. ഗോത്ര ജനത എന്ന് പറയുന്നത്. ട്രൈബൽസ്, ട്രൈബൽ എന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരെയാണ് ട്രൈബൽസ് അല്ലെങ്കിൽ ഗോത്ര ജനത എന്ന് പറയുന്നത്. There are many tribals groups with unique musical traditions. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാര് ഉണ്ട്. പിന്നെയോ ദേ ആൾസോ ഹാവ് ദ എക്സ്പെർട്ടൈസ്, നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറയത്തില്ലേ, ടു മേക്ക് ആൻഡ് ടു യൂസ് എ വെറൈറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സച്ചസ് പെറെ, തുടി, ദവിൽ, തകിൽ അല്ല ദവില DA കേട്ടോ, DAVIL കേട്ടോ എന്നിവയൊക്കെ. അതായത് പെറെ, തുടി, ദവിൽ തുടങ്ങിയ വൈവിധ്യമാർന്ന വാദ്യ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്ക് ഉണ്ട്. അവർ ഈ കാട്ടിലൊക്കെ അല്ലേ കുഞ്ഞുങ്ങളെ താമസിക്കുന്നത്. ഗോത്ര ജനത കൂടുതലും അങ്ങനെയുള്ള സ്ഥലത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല കഴിവും നല്ല അറിവും നല്ല എല്ലാം ഉണ്ട്. പക്ഷെ അവരെ അങ്ങോട്ട് എന്താ മുമ്പോട്ട് ഒന്നിനും എല്ലാത്തിനും അവരെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക. അതാണ് സംഭവം. കലാ, ഭാഷ, സാഹിത്യം, വൈവിധ്യം, കൃഷി തുടങ്ങിയ മേഖലയിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ള ആൾക്കാരാണ് ഈ ഗോത്ര ജനത. തനതായ സംഗീതം, നല്ല ചില ആൾക്കാരിൽ നല്ലപോലെ പാട്ട് പാടാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട് അതിൽ. അതുപോലെ തന്നെ ഈ പെറെ, തുടി, ദവിൽ തുടങ്ങി വൈവിധ്യമാർന്ന വാദ്യ ഉപകരണങ്ങൾ ഈ ആദിവാസികളുടെയും അല്ലെങ്കിൽ ട്രൈബൽ ആൾക്കാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചില സിനിമയിലൊക്കെ അവരുടെ കയ്യിരിക്കുന്ന ചെണ്ടയും ഈ ഒരുമാതിരി കിടുകിടുകിടാന്നുള്ള സൗണ്ടുള്ള നെറ്റ് 24 മണിക്കൂർ യൂട്യൂബിൽ നോക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് അടിച്ചു നോക്കിയാൽ ഈ പേര് വെച്ച് ഇതൊക്കെ എന്തുവാന്ന് അല്ലേ. ഇതൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവും ശേഷിയും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, വായിക്കാനൊക്കെ എഴുതാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. ഇത് മലയാളമാണ്, ഇത് മലയാളവും ഇത് ഇംഗ്ലീഷുമാണ്. അടുത്ത, വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് നിരോധിച്ചത്? വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ, ഡിസ്ക്രിമിനേഷനെ പൂർണ്ണമായിട്ടും നിരോധിച്ചത്? ഡിസ്ക്രിമിനേഷൻസ് ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. 1.
ക്രിയേറ്റേഴ്സ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, ക്രിയേറ്റ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു. ഡിനൈസ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിഷേധിക്കുന്നു. ഡിനൈസ് ഈക്വൽ കൺസിഡറേഷൻ, തുല്യ പരിഗണന നിഷേധിക്കുന്നു. ക്രിയേറ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗ വിവേചനം സൃഷ്ടിക്കുന്നു. ലിംഗ വിവേചനം സൃഷ്ടിക്കുന്നു. കേട്ടല്ലോ, ഓരോന്നും അതിൻ്റെതായ രീതിയിൽ പഠിക്കണേ കുഞ്ഞുങ്ങളെ. സോഷ്യൽ റിഫോർമേഴ്സിൻ്റെ നമ്മൾ പഠിച്ചു. നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെയും സാമൂഹ്യ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സോഷ്യൽ റിഫോർമേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പിന്നെ അയ്യാ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരൊക്കെയാണ്. 4 പേര് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഗോത്രജനത കലാ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞു. ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹൂ ലിവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയാസ് ഹൂ ക്രിയേറ്റ് ദെയർ ഓൺ നോളജ് ആൻഡ് ലൈവ് ഇൻ അപ്ലൈയിങ് ദം സിൻസ് ദം ഇംമെമ്മോറിയൽ. അതായത് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്തവരാണ്. ബട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മെഡിസിൻ ആൻഡ്, ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഞാനത് ചുരുക്കി നിങ്ങൾക്ക് മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നതാണ് കേട്ടോ. ഇപ്പം തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്രവിഭാഗക്കാരിൽ ഒന്നാണ് നഞ്ചിയമ്മ. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ നഞ്ചിയമ്മയെക്കുറിച്ചൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഗോത്രജനത അരികുവൽക്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഹൗ ട്രൈബൽ പീപ്പിൾസ് ആർ മാർജിനലൈസ്ഡ് ലൈക്ക് ദളിത്. ഗോത്രജനത അരികുവൽക്കരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദ ട്രൈബൽ പീപ്പിൾ ഹൂ ഹാഡ് സുപ്രീം കമാൻഡ് ഓവർ ദ റിസോഴ്സസ് ഓഫ് their natural habitat gradually lost this control and were subsequently marginalized. For a long time there existed the perceptions that only the knowledge, art and culture produced by the dominant sections of society are valuable. കണ്ടോ, ഗോത്രജനത അരികുവൽക്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഹൗ ട്രൈബൽ പീപ്പിൾസ് ആർ മാർജിനലൈസ്ഡ് ലൈക്ക് ദളിത്. അവർ വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങൾ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമാവാൻ തുടങ്ങി. ഇപ്പം അവർ താമസിക്കുന്ന അത്രയും സ്ഥലമില്ലേ കുഞ്ഞുങ്ങളെ, അവരെവിടെയാ താമസിക്കുന്നത് വെച്ചാൽ അവിടുത്തെ അവിടങ്ങളിലെ വിഭവങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ നട്ടും വളർത്തിയൊക്കെ ആയിരിക്കുമല്ലോ അവിടെ വല്ലതും ഉണ്ടാകുന്നത്. അപ്പം അവിടുത്തെ വിഭവങ്ങൾ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഈ ഗോത്രജനതയ്ക്ക് ആ അധികാരം കുറേശ്ശെയായിട്ട് നഷ്ടമാവാൻ തുടങ്ങി. നമ്മുടെ സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളായി നിലനിന്നിരുന്നു. ഇത് മൂലമാണ് ഈ സാമൂഹ്യ വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ ഇന്ത്യ? വിച്ച് ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെ മൈനോറിറ്റി വിഭാഗം എന്നറിയപ്പെടുന്നത് ആരെയാ? മുസ്ലിംസ്, സിഖ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് പാർസീസ്. മുസ്ലിങ്ങൾ, സിഖുകാര്, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാര്, ജൈനർ, പാഴ്സികൾ കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഭിന്നശേഷിയുള്ളവരെയോ? ഡെഫിഷ്യൻസി ഏബിൾഡ് പീപ്പിൾസ്. Deficiency abled peoples due to their physical characteristics face many challenges in their daily life compared to others. There are various categories of differently abled peoples. അതായത് നമ്മുടെ ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരെയാണ് ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ടല്ലോ. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഡിഫറെൻറ്റ് ഏബിൾഡ് പീപ്പിൾസ്. ബ്ലൈൻഡ്നെസ് അല്ലേ, ലോ വിഷൻസ്, ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിംഗ്, പ്രോബ്ലംസ് ഇൻ മൂവ്മെൻറ്റ് ലൈക്ക് വാക്കിംഗ്, ഹോൾഡിംഗ് ആൻഡ് പിക്കിംഗ് തിങ് ഇൻ ഹാൻഡ്, ഡാഫ്റ്റിസം, അതുപോലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയൊക്കെ എന്താണ് ഭിന്നശേഷി വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. അതായത് അതിൻ്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അന്ധത ഉണ്ടാകുക അല്ലേ, താഴ്ന്ന കാഴ്ചശക്തി, ശ്രവണ വൈകല്യം, ലോക്കോമോട്ടോർ വൈകല്യം,
വാമനത്വം എന്ന് വെച്ചാൽ നീളമുള്ളതും നീളം കുറഞ്ഞതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഘ്രാണവൈകല്യം, ബാലൻസ്, പിന്നെ സിസോഡേഴ്സ്, ബുദ്ധി വളർച്ച ഇല്ലാത്തത്, ഇങ്ങനെയൊക്കെ കുറേ നിങ്ങൾ ഏതെങ്കിലും ഒരു 5 പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഡിസബിലിറ്റീസ്, ഈ വിദ്യാർത്ഥികളായ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താ? കുട്ടികളിലും ഉണ്ടല്ലോ, പഠിക്കുന്ന കുട്ടികളിലും ഉണ്ട് ഈ ഭിന്നശേഷി അല്ലേ. അതായത് അവർ ഫിനാൻഷ്യൽ ചലഞ്ച്, സാമ്പത്തിക വെല്ലുവിളി അനുഭവിക്കുന്നുണ്ട്. ഇമോഷണൽ ചലഞ്ച്, വൈകാരികമായ വെല്ലുവിളിയുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ചലഞ്ച്, ആശയവിനിമയത്തിനുള്ള വെല്ലുവിളികളുണ്ട് കേട്ടോ. ചോദ്യം മനസ്സിലാക്കി വേണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കാൻ. ഹു ഈസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അതൊരു മാർക്കിന്റെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. സിവിൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാന്ന് ഡേറ്റ് ചോദിക്കും. അതായത് പൗരാവകാശ സംരക്ഷണ നിയമം 1955 സിവിൽ പ്രൊട്ടക്ഷൻ ആക്ട് 1955 പൗരാവകാശ സംരക്ഷണ നിയമങ്ങളൊക്കെ കുറേ ഇതിനകത്തിൽ പഠിക്കാനുണ്ട്. അതുപോലെ വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ക്രിയേറ്റ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, അത് നമ്മൾ എഴുതിയതാണ്. ഡിസ്ക്രിമിനേഷൻ ഹൈൻഡേഡ് സോഷ്യൽ പ്രോഗ്രസ്. വുമൺ ഫേസ് എംപ്ലോയ്മെന്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് റിലീജിയസ് ഓർ കാസ്റ്റ്. മുമ്പ് നമ്മൾ എഴുതിയതാ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ. ഓക്കെ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ ഏതാണ്? ഒരു മാർക്കിന് ചോദിക്കുന്നത് അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രാഫി ഏതാണ്? അഗ്നിച്ചിറകുകൾ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അരികുവൽക്കരണത്തിന് അല്ലെങ്കിൽ മാർജിനലൈസേഷൻ ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കൽ ആണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കൽ. അടുത്ത വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, എൻലൈറ്റ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന സന്ദേശം നൽകിയത് നമ്മൾ മുമ്പ് ഒരു മാർക്കിന് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരുവാണ്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലെ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ കേട്ടോ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. വൺ വേർഡ് ആണ് ഇതിനകത്തിലെ. ഇനി അതിനകത്തിലെ ഡിസ്ക്രിമിനേഷനും ആർട്ടിക്കിൾസും ചോദിക്കും. അതായത് എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തണം, അതായത് ഇക്വാളിറ്റി ടു ആൾ സിറ്റിസൺ. അത് ഏത് ആർട്ടിക്കിളിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 14 വരുന്നതാണ്. എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ളത് ആർട്ടിക്കിൾ 14 വരുന്നതാണ്. എലിമിനേറ്റ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധിക്കുക എന്നുള്ളത് ആർട്ടിക്കിൾ 17 ഓർത്തോളൂ നിങ്ങൾ. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ആർട്ടിക്കിൾസുകൾ കേട്ടോ. അനുച്ഛേദം ഏതാന്ന് എഴുതാൻ. അടുത്ത നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. നമ്മുടെ മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് 15 കേട്ടോ. ഈ ആർട്ടിക്കിൾസ് നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കണം, ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വൺ വേർഡും ക്വസ്റ്റ്യൻ അല്ലാത്തതുമായിട്ട് ഇത്രയും മതി കുഞ്ഞുങ്ങളെ. വാരി വലിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനും തരാൻ നമുക്ക് കുഴപ്പമില്ല അല്ലേ. എല്ലാം ഇങ്ങനെ അങ്ങ് തന്നാൽ മതി. പക്ഷേ നിങ്ങൾ പഠിക്കുന്നതിൽ ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് നമുക്ക് ഈ പാഠത്തിനകത്തിൽ ഇത്രയും മതി. ആദ്യത്തെ 4 ചാപ്റ്ററിൻ്റെ വൺ വേർഡ് ഞാൻ അടുത്ത ആഴ്ച തരാം. കാരണം നമ്മുടെ ഓണപരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക. അന്നെന്നുള്ളത് അന്നു തന്നെ ഇരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ.